ഹായ് ഹലോ വെൽക്കം ടു TT അക്കാഡമി. വിദ്യാഭ്യാസ മേഖലയിൽ വളരെ സുപ്രധാനമായ ഒരു നയമായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയം 2020 അല്ലെങ്കിൽ NEP 2020 എന്നാണ് നമ്മൾ പൊതുവെ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി 2020. LP-UP ഇന്റർവ്യൂവിൽ വളരെയധികം ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് NEP 2020. നമുക്കിന്ന് ഈ NEP 2020യെ കുറിച്ച് വിശദമായ ക്ലാസ്സുകൾ കേൾക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. NEP 2020ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് 2020 ജൂലൈ 29 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അവസാന കരട് രൂപം രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ K. കസ്തൂരിരംഗൻ ആയിരുന്നു. കമ്മിറ്റി ഫോർ ദി ഡ്രാഫ്റ്റ് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി, അതായത് അതിൻ്റെ കരട് രൂപം ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിയമിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു കസ്തൂരി രംഗൻ. NEP 2020 മുന്നോട്ട് വെച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ മാതൃക 5+3+3+4 എന്ന രീതിയിലായിരുന്നു. നമ്മൾ ഇതുവരെ പിന്തുടരുന്നത് 10+2 എന്നുള്ള ഒരു വിദ്യാഭ്യാസ മാതൃകയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിലായിരുന്നു. പക്ഷെ ഇനി NEP 2020 മുന്നോട്ട് വെച്ചിരിക്കുന്ന മാതൃക എന്ന് പറയുന്നത് 5+3+3+4 എന്ന മെത്തേഡിലായിരിക്കും. അതായത് ഇതാണ് ആ ഡയഗ്രാം. മുമ്പത്തെ ഘടന 10+2, അതായത് നമ്മൾ 1 തൊട്ട് 10 വരെ, പിന്നെ +1 +2 ആ രീതിയിലായിരുന്നു. പക്ഷെ ഇനി വരാൻ പോകുന്നത് ഈ 5+3+3+4 എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആദ്യത്തെ 5 എന്ന് പറയുന്നത് നമ്മുടെ അംഗൻവാടി തൊട്ടേ അതിനകത്ത് വരും. അംഗൻവാടി തൊട്ട്, അല്ലെങ്കിൽ ആ ഒരു 3 വയസ്സ് തൊട്ട് കുട്ടി 2ാം ക്ലാസ്സിൽ എത്തുന്നവരെ ഉള്ള സമയം, അതായത് 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ ഉള്ള 5 വർഷവും, പിന്നീട് 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ 8 വയസ്സ് തൊട്ട് 11 വയസ്സ് വരെ 3 വർഷം, പിന്നീടുള്ള 3 വർഷം 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ആയിരിക്കും. പിന്നെ ലാസ്റ്റ് 4 വർഷം 9 മുതൽ 12 വരെ എന്നുള്ള രീതിയിലാണ് പുതിയ മെത്തേഡ് വന്നിരിക്കുന്നത്. 4 ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷണൽ സ്റ്റേജ് ആയിട്ട് 3 മുതൽ 8 വരെ വയസ്സിനെയും, പ്രീ പ്രൈമറി സ്റ്റേജ് ആയിട്ട് 8 മുതൽ 11 വരെ വയസ്സിനെയും, മിഡിൽ സ്റ്റേജ് ആയിട്ട് 11 മുതൽ 14 വരെ വയസ്സും, സെക്കൻഡറി സ്റ്റേജ് ആയിട്ട് 14 മുതൽ 18 വരെ വയസ്സുമാണ് നമ്മൾ ചിട്ടപ്പെടുത്തി NEP 2020 വച്ചിരിക്കുന്നത്. 10+2 എന്ന സ്കൂൾ ഘടനയ്ക്ക് പകരമായി 5+3+3+4 എന്ന ഘടന പരിഷ്കാരം നിർദ്ദേശിച്ചത് ആര്, അല്ലെങ്കിൽ ഇത് തിരിച്ചും മറിച്ചും ഒക്കെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 10+2 മാറ്റി 5+3+3+4 വന്നത് NEP 2020യുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നു എന്ന് പ്രത്യേകമായിട്ട് ഓർത്തു വെക്കണം. അല്ലെങ്കിൽ NEP 2020 കൊണ്ടുവന്ന സ്കൂൾ ഘടന, പുതിയ സ്കൂൾ ഘടന എന്താണെന്ന് ചോദിച്ചാൽ 5+3+3+4 എന്നതാണ്. ഇനി NEP 2020യുടെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നതിനായി നിലവിൽ വരുന്ന സ്ഥാപനം ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പം അങ്ങനെ ഒരു സ്ഥാപനം ഇനി വരാനായിട്ട് പോവുകയാണ്. NEP 2020യുടെ സജഷന്റെ ഭാഗമായിട്ടാണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, HECI, അതായത് മെഡിക്കൽ നിയമ വിദ്യാഭ്യാസം ഒഴികെയുള്ള ബാക്കി ഇന്ത്യയിലെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും നിയന്ത്രിക്കുന്നത് ഇനി ഈ ഒരു സ്ഥാപനത്തിന്റെ മേൽനോട്ടത്തിൽ ആയിരിക്കും. അടുത്തതായി, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായി നിലവിൽ വരുന്ന സ്ഥാപനം നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആയിരിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായി നിലവിൽ വരുന്ന സ്ഥാപനമാണ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. അപ്പം ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായി റിസർച്ച് ഫൗണ്ടേഷൻ, അങ്ങനെ നമ്മൾ ഓർത്തു വെക്കാവുന്നതാണ്. അങ്ങനത്തെ ഒരു സ്ഥാപനവും NEP 2020യുടെ സജഷന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന സ്ഥാപനമാണ്. അടുത്തത്, മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പുതിയ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാക്കി മാറ്റി. അതായത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാക്കി മാറ്റി. വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ് ഇപ്പോൾ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പുതിയ പേര്. അടുത്തത്, പരാഗ്. ഒരു ദേശീയ മൂല്യനിർണ്ണയ കേന്ദ്രം എന്ന നിലയിൽ പരാഗ് എന്ന സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചു. പരാഗ് പ്രകടനത്തിന്റെ വിലയിരുത്തൽ, അവലോകനം, സമഗ്രമായ വികസനത്തിനായുള്ള അറിവിന്റെ വിശകലനം, ഇതെല്ലാമാണ് പരാഗിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ.
അപ്പോൾ NEP 2020 കുറിച്ച് നമ്മൾ വിശദമായി ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിരിക്കുന്നു. ക്ലാസ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ OMR എക്സാമിനേഷന് പഠിച്ച പോലെ ഇങ്ങനെ ബൈ ഹാർട്ടാക്കി പഠിക്കുന്ന ഒരു മെത്തേഡ് അല്ല ഇനി നമ്മൾ നോക്കേണ്ടത്. ഒരു ഹോൾ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. അത് ആ സമയത്ത് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഈ നമ്മൾ ഒരു 100 ചോദ്യമാണ് നമുക്ക് OMR എക്സാമിൽ വരുന്നതെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂവിന് ഒരിക്കലും നമ്മുടെ മുന്നിൽ 100 ചോദ്യങ്ങളൊന്നുമില്ല, വളരെ ചെറിയ ചോദ്യങ്ങളെ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവനാണ് നമ്മൾ പറഞ്ഞു വെക്കേണ്ടത്. അതുകൊണ്ട് ഹോൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം നമുക്ക് ഈ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഉണ്ടാവേണ്ടത്. അപ്പം നമ്മൾ ഇതെല്ലാം കേട്ട് വെക്കുക, അറിഞ്ഞു വെക്കുക. ആ സമയമാകുമ്പോൾ നമ്മളൊരു ചോദ്യം, ഇപ്പം NEP 2020 കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി റെഡി ആയിരിക്കണം. അപ്പം റിപ്പീറ്റ് ചെയ്ത് നമ്മളിത് കേൾക്കുക, അല്ലാതെ എഴുതി വെച്ച് പഠിക്കേണ്ട ഒരു കാര്യം ഇല്ല. അപ്പം നമ്മൾ കേട്ട് ആവർത്തിച്ച് കേട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ക്ലാസ്സുകളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഇനി ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ പ്രത്യേകമായിട്ടത് റിസർച്ച് ചെയ്ത് നോട്ട്സൊക്കെ തയ്യാറാക്കി നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് ഞങ്ങൾ ക്ലാസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ക്ലാസ് കണ്ട എല്ലാവർക്കും താങ്ക് യു.